കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം. ചാലിശ്ശേരി മുലയംപറമ്പത്ത് കാവ് പൂരം വർണ്ണാഭമായി. ആർപ്പു വിളിച്ച് ജനസാഗരം. ഭഗവതിയുടെ അനുഗ്രഹത്തിനായി ഭക്തജനങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് ഒഴുകിയെത്തി. പൂരവർണ്ണ കാഴ്ചകൾ ഉത്സവപ്രേമികൾക്ക് നയന മനോഹര കാഴ്ചയായി. ഞായറാഴ്ച പുലർച്ചെ 2:30 നട തുറന്നത്. ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ തുടങ്ങിയ വിശേഷാൽ പൂജകൾക്ക് തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 2:30 ക്ഷേത്രത്തിൽ നിന്ന് ഗജവീരൻ ചെർപ്പുളശ്ശേരി മണികണ്ഠന്റെ നേതൃത്വത്തിൽ നാദസ്വരത്തോടുകൂടി എഴുന്നള്ളിപ്പ് ക്ഷേത്ര മൈതാനത്തിന്റെ കിഴക്ക് ഭാഗത്ത് പന്തലിലെത്തി. തുടർന്ന് 5 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ദേവസ്വപൂരം 4-ന് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. ഗജവീരൻ ചെർപ്പുളശ്ശേരി മണികണ്ഠൻ ദേവിയുടെ തിടമ്പേറ്റി. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ തട്ടകങ്ങളിൽ ഉച്ചയ്ക്ക് പകൽപൂരം ആരംഭിച്ചു. വൈകിട്ടോടെ 33ഓളം ആനപ്പുരങ്ങൾ കാവ് കയറിയതോടെ കുംഭച്ചൂടിനെ വകവയ്ക്കാതെ ആയിരങ്ങൾ മൈതാനത്തെ അലകടലാക്കി. തുടർന്ന് കേന്ദ്ര പൂരാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് അഭിമുഖമായി കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ, ചിറക്കൽ കാളിദാസൻ, പാമ്പാടി രാജൻ, പുതുപ്പള്ളി കേശവൻ, ഊക്കൻസ് കുഞ്ചു തുടങ്ങി തലയെടുപ്പുള്ള 35-ലധികം ആനകൾ അണിനിരന്നു. പാണ്ടിമേളവും ഉണ്ടായി. പ്രദക്ഷിണമായി എത്തിയ ആനകൾ ഭഗവതിയെ വണങ്ങി. തുടർന്ന് 3 ജില്ലകളിൽ നിന്നുള്ള വിവിധ ആഘോഷ കമ്മിറ്റികളുടെ വേലയാഘോഷങ്ങളായ തിറ, കാള, വരവ്, തെയ്യം, ശിങ്കാരിമേളം, കരിങ്കാളി, കാവടി തുടങ്ങിയവ ക്ഷേത്രത്തിലെത്തി. ആർപ്പ് വിളിച്ചെത്തിയ കല്ലുംപുറം ദേശത്തിന്റെ കാളവരവും അഴകായി. ക്ഷേത്രത്തിലേക്ക് രാവിലെ മുതൽ ഭക്തജനങ്ങൾ ഭഗവതിയുടെ അനുഗ്രഹത്തിനായി ഒഴുകിയെത്തി.